കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചിരുന്ന വിഷയം നമ്മൾ വരുത്തുന്ന വേസ്റ്റുകളെ കുറിച്ചാണ്. എന്തൊക്കെയാണ് നമ്മൾ വേസ്റ്റാക്കി കളയുന്നത് എന്ന് നമ്മൾ ഒന്ന് കാണുകയുണ്ടായി. ദൈവാനുഗ്രഹം, ഒരാളുടെ കഴിവുകൾ, ഒരാളുടെ അവസരങ്ങൾ, അവകാശങ്ങൾ, സമയം, ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ അന്ന് ആ ദിവസങ്ങളിൽ 2-3 എപ്പിസോഡായിട്ട് സംസാരിച്ചത്. ഇന്ന് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന വെള്ളത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. വെള്ളം ഒരു ദൈവം പ്രത്യേകം സൃഷ്ടിച്ച ഒരു വസ്തുവാണ്. ശാസ്ത്രം പറയുന്നത് ജീവൻ ഉണ്ടായത് വെള്ളത്തിൽ നിന്നാണെന്നാണ്. അത് ബൈബിൾ അനുസരിച്ചും അങ്ങനെ തന്നെയാണ്. ബൈബിളിൻ്റെ 1-ാമത്തെ പുസ്തകം ഉൽപ്പത്തി, അതിൽ 1-ാമത്തെ ചാപ്റ്റർ അധ്യായത്തിൽ 2-ാമത്തെയോ മറ്റോ തിരുവചനത്തിൽ നിങ്ങളിങ്ങനെ വായിക്കും, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ ചലിച്ചുകൊണ്ടിരുന്നു. എന്തിനാ ചലിച്ചിരുന്നത്? ജീവൻ ഉണ്ടാക്കാനാണ്. ജീവൻ തരാൻ കഴിയുന്നത് ജീവനുള്ളൊരു വസ്തുവിന് മാത്രമാണ്. ദൈവത്തിന് മാത്രമേ ജീവനുള്ളൂ. ദൈവത്തിന് മാത്രമേ ജീവൻ കൊടുക്കാൻ പറ്റുള്ളൂ. അത് വെള്ളത്തിലൂടെയാണ്. ബൈബിളിലെ വിശദീകരണം ശാസ്ത്രത്തിന് തികച്ചും അനുയോജ്യമാണ് എന്ന് ആദ്യമേ തന്നെ ഞാൻ സൂചിപ്പിക്കട്ടെ. ഇത് പറഞ്ഞപ്പോൾ ഒരിക്കൽ കുട്ടികൾ ചോദിച്ചു, ഇങ്ങനെയുണ്ടല്ലോ, പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, പ്രകാശമുണ്ടായി. പിന്നീടാണ് സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ സൃഷ്ടിച്ചത്, നക്ഷത്രങ്ങളെയൊക്കെ സൃഷ്ടിച്ചത്. അതെങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോവുക? ഞാൻ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതിലെ വിശദീകരണം ഒരു സിംബോളിക്, ഫിഗറേറ്റീവ് ആയിട്ടുള്ള ഒരു വിശദീകരണമാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഭൂമി മാറ്റർ, ആകാശം സ്പേസ്, ഇത് രണ്ടും സൃഷ്ടിച്ചു ആദ്യം. പിന്നീടോ പ്രകാശം സൃഷ്ടിച്ചു. പ്രകാശം എന്ന് പറയുന്നത് ഊർജമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ദൈവം മാറ്റർ, എനർജി, സ്പേസ്, ഇത് മൂന്നുമാണ് സൃഷ്ടിച്ചത്. ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി, ഓക്കെ. സൂര്യൻ, പിന്നീട് അവരോട് പറഞ്ഞു, സൂര്യൻ ഉണ്ടായി വരുന്നത് ഒരുപാട് കാലത്തെ ഇവല്യൂഷന് ശേഷമാണ്. എങ്ങനെയാണ് സൂര്യൻ ഇത്ര ഉഗ്രൻ ടെമ്പറേച്ചറിലേക്കൊക്കെ വരുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ശാസ്ത്രത്തിൽ പഠിക്കുന്നതാണ്. അപ്പോൾ സൂര്യൻ പിന്നീട് ഉണ്ടാകുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഊർജം ആദ്യം ഉണ്ടായി, തെറ്റില്ല. ഊർജം മാറ്ററായിട്ടും മാറ്റർ ഊർജമായിട്ടും ഒക്കെ മാറുന്നതൊക്കെ അവർ പഠിച്ചിട്ടുണ്ട്. അവർക്ക് പലർക്കും എന്നല്ല, എല്ലാവർക്കും തന്നെ വിശുദ്ധ ബൈബിളിലെ വിശദീകരണം ശാസ്ത്രത്തിൻ്റെ നിഗമനങ്ങൾക്ക് അനുയോജ്യമാണ് എന്ന് മനസ്സിലായി. അപ്പോൾ പറഞ്ഞു വന്നത്, ദൈവം വെള്ളത്തിനെ പ്രത്യേകമായിട്ട് സൃഷ്ടിച്ചെടുത്തതാണ്. ജീവൻ ഉണ്ടാകാനും ജീവൻ നിലനിർത്താനും വേണ്ടിയാണ് അത് സൃഷ്ടിച്ചത് ദൈവം. ജീവൻ ഉണ്ടാകാൻ, ജീവൻ നിലനിർത്താൻ, രണ്ടിനും വേണ്ടിയാണ് ദൈവം വെള്ളം സൃഷ്ടിച്ചത്. വെള്ളത്തിൻ്റെ കൂട്ടുകാരൻ എന്ന് വേണമെങ്കിൽ പറയാം. വെള്ളം H2O ആണല്ലോ. കൂട്ടുകാരൻ H2S ആണ്. ഓക്ക് പകരം സൾഫർ S. രണ്ടും തമ്മിൽ എന്തൊരു വ്യത്യാസമാണെന്നറിയാമോ? ഹൈഡ്രജനും സൾഫറും ചേർന്നു, ഹൈഡ്രജനും ഓക്സിജനും ചേർന്നു. സൾഫറും ഓക്സിജനും കൂട്ടുകാരാണ്, പക്ഷേ പ്രോഡക്റ്റ് ഭയങ്കര വ്യത്യാസമുണ്ട്. ഹൈഡ്രജൻ സൾഫൈഡ് അത് വാതക രൂപത്തിലാണ്, നമുക്ക് സൊല്യൂഷനായിട്ടും കിട്ടും. അതിന് എന്തൊരു ഫൗൾ സ്മെല്ലാണ്. വാട്ടറിന് അങ്ങനെ സ്മെല്ലുണ്ടോ? ഇല്ല. ഹൈഡ്രജൻ സൾഫൈഡ് പെട്ടെന്ന് ബാഷ്പീകരിക്കുന്നതാണ്. എന്നാൽ വെള്ളം അങ്ങനെയല്ല. അത് ബാഷ്പീകരിക്കാൻ വേണ്ടതായ ഊർജം വളരെ കൂടുതലാണ്. ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയും, വളരെ കൂടുതലാണ്. ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ ഒരു ടാങ്ക് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു കുളം. ഉച്ച കഴിഞ്ഞ് 2 മണിയാകുമ്പോഴേക്കും അത് വറ്റിയിട്ടുണ്ടാവും. വെള്ളമാണെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്നില്ലല്ലോ. എത്ര കഠിന വെയിൽ കണ്ടാലും പിന്നെയും കുറച്ച് വെള്ളം ആവിയായി പോകുകയല്ലേ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഫ്രീസ് ചെയ്യുന്നത്, വെള്ളം ഫ്രീസ് ചെയ്യുന്നെങ്കിൽ ഓരോ ഗ്രാം ഫ്രീസ് ചെയ്യാനും 80 കലറി വീതം കൊടുക്കണം. വളരെ സ്ലോ ആയിട്ടാണ് നടക്കുള്ളൂ അറ്റ്മോസ്ഫിയറിലേക്ക്.
അതുകൊണ്ട് ഒരു മഞ്ഞുള്ള രാത്രി കഴിഞ്ഞ് നേരം വെളുക്കുമ്പോൾ നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഐസാവണില്ല. ഹൈഡ്രജൻ സൾഫൈഡ് ആണെങ്കിൽ അതൊരു പക്ഷേ സോളിഡായി മാറിയിരിക്കും. ദൈവം പ്രത്യേക കരുതലോടുകൂടി ഈ ഭൂമിയിൽ ജീവൻ ഉണ്ടാകുവാനും ആ ജീവൻ നിലനിർത്താനും വേണ്ടി ദൈവം പ്രത്യേകമായ രീതിയിൽ സൃഷ്ടിച്ചതാണ് ജലം എന്ന് ഞാൻ പറയും. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഏതെല്ലാം തരത്തിലാണ് ജലം വേസ്റ്റാക്കി കളയുന്നത്? എനിക്ക് തോന്നുന്നു 4 തരത്തിലാണെന്നാണ്. 1, വേണ്ടത്ര ഉപയോഗപ്പെടുത്താതെ വേസ്റ്റാക്കി കളയുന്നു. നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാത്തത് കൊണ്ട് പല രോഗങ്ങൾ വരെ ഉണ്ടാകും. വെള്ളം കുടിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് തൊലിപ്പുറമേ എത്തി ആവിയായി പോകും. ആവിയായി പോകുന്ന ഓരോ ഗ്രാമും 540 കലറി വീതം എടുക്കും. നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ നിലനിർത്തുന്നതിൻ്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നതാണ്. വെള്ളം കുടിക്കാതിരുന്നാൽ ടെമ്പറേച്ചർ കൂടാൻ സാധ്യതയുണ്ട്. പനി എന്നൊക്കെ പറയുന്നത് ഒരു ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ബോഡി, ഹീറ്റ് റിമൂവ്ഡ് ഫ്രം ദ ബോഡി, ഇത് തമ്മിലുള്ള ഒരു ഇംബാലൻസ് ആണ് പനി. അതിന് പല കാരണങ്ങളുണ്ടാവാം. പല കാരണങ്ങൾ. ബോഡിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റും ബോഡിയിൽ നിന്ന് പല വിധത്തിൽ റിമൂവ് ചെയ്യപ്പെടുന്ന ഹീറ്റും തുല്യമായാൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയി നിൽക്കും. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തത് കൂടുതലാവുകയും റിമൂവ് ചെയ്യുന്നത് കുറയുകയും ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ വർദ്ധിക്കും. അതാണ് പനി. അതിൻ്റെ കാരണങ്ങൾ പലത്. അതിലേക്ക് നമുക്ക് ഇപ്പോൾ കടക്കേണ്ട ആവശ്യമില്ല. ഞാൻ കടക്കുന്നത് ഉചിതവുമല്ല. ഞാൻ ഈ പറഞ്ഞിടത്തോളം ഫിസിക്സാണ്, അത് എനിക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ്. വേണ്ടത്ര വെള്ളം കുടിച്ചില്ലെങ്കിൽ പല രോഗങ്ങളുണ്ടാകാം. അതിൽ ഒരു രോഗമാണ് യൂറിനറി ഇൻഫെക്ഷൻ. ഞാൻ കുട്ടികൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, വെള്ളം യൂറിനറി ഇൻഫെക്ഷനായിട്ട് പല ദിവസം മുടങ്ങുന്നവർ. യൂറിനറി ഇൻഫെക്ഷൻ വന്നു, മരുന്ന് കഴിച്ചു, കുറച്ച് ദിവസം മാറി, കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും വരുന്നു. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? വേണ്ടത്ര വെള്ളം കുടിക്കാത്തതുകൊണ്ട്. അപ്പോൾ നമ്മളത് പാഴാക്കി കളയാണ്. ഉപയോഗിക്കാതെ പോകുന്നതൊക്കെ പാഴാക്കി പോകുന്നതാണ്. കഴിവുകൾ ഉപയോഗിക്കാതെ പോയാൽ അത് പാഴായി പോയില്ലേ, വേസ്റ്റായി പോയില്ലേ? അതുപോലെ തന്നെയാണ് പലതരം ഇൻഫെക്ഷൻസ് യൂറിനറി ട്രാക്റ്റിലൂടെ കയറി വരും. അസെൻഡിങ് ഇൻഫെക്ഷൻ എന്ന് പറയും. ഇൻഫെക്ഷൻസ് പുറത്ത് നിന്ന് അകത്തേക്ക് കിടക്കുന്നതാണ്. നമ്മൾ വായു ശ്വസിക്കുമ്പോൾ അതിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, ഇൻഫെക്റ്റീവ് ബാക്ടീരിയ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു ഇൻഫെക്ഷനായി മാറും. ലങ്സിൽ വായയിലൂടെ ചെല്ലുന്ന ഭക്ഷണം, അതിൽ ഇൻഫെക്റ്റീവ് ബാക്ടീരിയ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു രോഗം ഉണ്ടാക്കും. അതുപോലെ യൂറിനറി ട്രാക്റ്റിലൂടെ അസെൻഡ് ചെയ്ത് വരുന്ന ഇൻഫെക്റ്റീവ് ബാക്ടീരിയ ഉണ്ട്. അത് യൂറിനറി ബ്ലാഡറിൽ വരുമ്പോൾ രോഗം ഉണ്ടാക്കും. അതുപോലെ തന്നെ അത് കിഡ്നിയിലേക്ക് എത്തി അവിടെയൊക്കെ രോഗങ്ങളുണ്ടാക്കും. എന്നാൽ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക, ധാരാളം എന്ന് ഞാൻ പറയുന്നില്ല, ആവശ്യത്തിന് വെള്ളം കുടിച്ചാൽ മൂത്രം ഡെവലപ്പ് ചെയ്യും. മൂത്രം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒഴിക്കുമ്പോൾ ആ അസെൻഡിങ് ഇൻഫെക്ഷൻ പൊക്കോളും. ഇതാണ് അതിൻ്റെ രീതി. പലരും കൂട്ടിക്കില്ല. 3 മണിക്കൂർ 4 മണിക്കൂർ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ഇടവരുന്ന കുട്ടികൾ ധാരാളം പേരുണ്ട്. ഇൻ്റർവെല്ലുണ്ടെങ്കിൽ തന്നെ വെള്ളം കുടിക്കാനായിട്ട് കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ നല്ല വെള്ളമായല്ല കിട്ടുന്നത്, നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളമായിട്ട് വാട്ടർ ബോട്ടിലായിട്ട് മാത്രമേ സ്കൂളിൽ പോകാൻ പാടുള്ളൂ. ഓരോ കുട്ടിയും സ്കൂളിലേക്ക് പോകുമ്പോൾ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകണം. അത് നിർബന്ധമാക്കണം വീട്ടുകാർ. കുട്ടിയും ഒരു കാര്യം ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. തൻ്റെ വാട്ടർ ബോട്ടിലിൽ നിന്ന് മാത്രമേ വെള്ളം കുടിക്കുകയുള്ളൂ, വേറൊരാളുടെ വാട്ടർ ബോട്ടിലിൽ നിന്ന് വെള്ളം കുടിക്കില്ല. എൻ്റെ ബോട്ടിൽ ഞാൻ വേറെ ആൾക്ക് കൊടുക്കില്ല. ഇനി നിങ്ങൾ വളരെ ഉദാരമതിയാകണമെന്ന് വെച്ചാൽ ഒരു ബോട്ടിലും കൂടിയും കൊണ്ടുവന്നോളൂ, കുഴപ്പമില്ല, അയാൾക്ക് കുടിക്കാനായിട്ട് കൊടുത്തോളും. കാരണം ഈ കുടിക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വായയിലുണ്ടെങ്കിൽ അത് കുടിക്കുമ്പോൾ അതിലേക്ക് വരും. ആ വെള്ളം കുടിക്കുമ്പോൾ ആ വ്യക്തിക്ക് കൂടി കിട്ടും. അതുകൊണ്ടാണ് വേറൊരാളുടെ വാട്ടർ ബോട്ടിൽ ഷെയർ ചെയ്യരുത് എന്ന് പറയുന്നത്.
ഷെയറിങ് വലിയൊരു ഗുണമാണ്. പക്ഷേ വാട്ടർ ബോട്ടിൽ ഷെയർ ചെയ്യുന്നത് നമുക്ക് ദ്രോഹം ചെയ്യാൻ ഇടയാകും. മാത്രമല്ല, സ്കൂളിൽ നിന്ന് കിട്ടുന്ന വെള്ളം നല്ലതാണോ അല്ലയോ നമുക്കറിയില്ല. ശരിക്കും എല്ലാ സ്കൂളിലും വാട്ടർ ഫിൽട്ടറും എല്ലാം വെക്കേണ്ടതാണ്. കുട്ടികളുടെ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പോൾ വേണ്ടത്ര വെള്ളം ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്ക് രോഗങ്ങൾ വരുന്നു, വേസ്റ്റായി പോകുന്നു. രണ്ടാമതൊന്ന്, വേണ്ടത്ര വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. കോൺസ്റ്റിപ്പേഷൻ ഒരുപാട് രോഗങ്ങൾക്ക് ഇടവരുത്തും. അത് അവിടെ ആനസിൽ കിടന്ന് കടുകട്ടിയായി പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയിൽ വരും. അതുകൊണ്ട് വെള്ളം ധാരാളം കുടിക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിന് സമയത്ത് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് ടോയ്ലറ്റിൽ പോവുകയും വേണം. അപ്പോഴാണ് അതവിടെ കെട്ടിക്കിടക്കാതെ ഇരിക്കുള്ളൂ. വെള്ളം വേണ്ടതുപോലെ ഉപയോഗിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഇനി വെള്ളം വേണ്ടത്ര ഉപയോഗിക്കാൻ കിട്ടാത്ത അവസ്ഥ, അതിനുള്ള ചില പരിഹാരങ്ങൾ. ഞാൻ 5-6 വർഷങ്ങൾക്ക് മുമ്പ് 6-8 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്കൂള് വാങ്ങി. അവിടെ അതിൻ്റെ അടിഭാഗം മുഴുവൻ വെട്ടുകല്ല, വെള്ളമൊന്നുമില്ല. തൊട്ടടുത്തുള്ള കിണറുകളിലൊക്കെ വെള്ളം വറ്റും. വീട്ടുകാരുടെ കിണറുകളൊക്കെ വെള്ളം വറ്റും. അപ്പോൾ സ്കൂളിൻ്റെ കാര്യം പറയണ്ടല്ലോ. ഒരു ഒക്ടോബർ നവംബർ മാസം കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഉണ്ടാവില്ല. ആദ്യത്തെ കൊല്ലം വെള്ളമൊക്കെ വാങ്ങി കൊടുത്തു കുട്ടികൾക്ക്. പിറ്റേ വർഷം ഞാൻ ഒരു കാര്യം ചെയ്തു. 6 കിണർ അതിൻ്റെ ഉള്ളിൽ കുഴിച്ചു. വേക്കൻ്റായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കിണർ കുഴിച്ചു. മഴവെള്ളം മുഴുവൻ ടാപ്പ് ചെയ്ത് ഈ കിണറുകളിലേക്ക് കൊണ്ടുവന്നു. നിലത്ത് വീഴണ വെള്ളവും ഇതിനകത്തേക്ക് വലിച്ചിറങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കി. ആ കല്ലുകളൊക്കെ കെട്ടി മുകളിൽ വലയും ഇട്ടു. അപ്പോൾ ആരും ആ കിണറിൽ പോകില്ല. കിണർ കുത്തി എന്ന് പറയുമ്പോൾ ആഴമുള്ള കിണറല്ല, 10 അടി 12 അടി അല്ലെങ്കിൽ അതിനടുത്ത്. അതിനെ കെട്ടിപ്പൊക്കി വലയിട്ടു. ഇലകളൊന്നും വീഴുകയും ചെയ്യില്ല. ആ വർഷം ഞങ്ങൾക്ക് വെള്ളം പുറമേ നിന്ന് മേടിക്കേണ്ടി വന്നില്ല. അതിനകത്തൊരു കിണറുണ്ടായിരുന്നത് എപ്പോഴും നിറഞ്ഞിരുന്നു. മഴവെള്ളം ട്രാപ്പ് ചെയ്യുന്നതിൻ്റെയാണ്. അത് കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ തന്നെ 2 ഏക്കർ ഉള്ള ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. ആ പ്ലേ ഗ്രൗണ്ടിൽ ഇത് ചുറ്റും ഒരു കാനയുണ്ടാക്കി. അതിനകത്ത് വെള്ളം ശേഖരിച്ച് നിർത്താനായിട്ട് ശ്രമിച്ചു. സ്കൂൾ കോമ്പൗണ്ടിൽ പെയ്യുന്ന വെള്ളം അത് കുറേ ഒലിച്ച് പുറത്തേക്ക് പോവുകയാണ്. അത് ഈ ഗ്രൗണ്ടിലൂടെ കടത്തിവിട്ടു. അപ്പം അതിനകത്ത് നിറഞ്ഞ് മഴ കൂടുതൽ പെയ്ത് നിറഞ്ഞിരിക്കണ നേരത്തെ മഴ പെയ്താൽ ഓവർഫ്ലോ ചെയ്ത് റോഡിലേക്ക് പോകും. അപ്പോൾ റോഡിൽ തൊട്ടടുത്തുള്ള വീട്ടുകാർക്ക് അത് ശല്യമാണെന്ന് പറഞ്ഞ് അവർ കംപ്ലൈൻറ്റുമായിട്ട് വന്നു. അപ്പം എന്ത് ചെയ്യാം? ആരുടെയും ബുദ്ധിമുട്ടിക്കരുത് എന്ന് എനിക്കൊരു ജീവിതത്തിലൊരു നിയമമുണ്ട്. ഞാൻ ഈ കാനയ്ക്ക് ചുറ്റും 6-7 കിണറുകൾ കുത്തി. വീണ്ടും 12 അടി 10 അടി താഴ്ച. ഇതിന് വാക്കല്ല് കിട്ടുകയല്ല ചെയ്തത്. കിണർ വാർത്ത് അതിന് മൂടിയിട്ടു. നല്ല കട്ടിയുള്ള ബലമായ കോൺക്രീറ്റ് ഉള്ള മൂടികളിട്ടു. ഈ കാനയിൽ നിന്ന് വെള്ളം അതിനകത്തേക്ക് പൊട്ടിച്ചിടുകയും ചെയ്തു. പൊട്ടിച്ചിടുക വെച്ചാൽ പൈപ്പിട്ട് വെള്ളം അതിനകത്തേക്ക് ഒഴുക്കി. അപ്പോൾ ആർക്കും ശല്യമില്ല. ആ വെള്ളം മുഴുവൻ അതിനകത്ത് ചെല്ലും. അത് വെട്ടുകല്ലിൽ ശേഖരിച്ച് നിർത്തുകയും ചെയ്യും. ആർക്കും ശല്യമില്ല. ഇവിടെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ചിലപ്പോൾ ഒരു ദ്രോഹം നമുക്കൊരു വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് അത് വന്നത്. അവർക്ക് പുറത്തേക്ക് വെള്ളം ഓവർഫ്ലോ. പണ്ട് ആ കോമ്പൗണ്ടിന് മതിലുണ്ടായിരുന്നില്ല, ഈ കാനയുണ്ടായിരുന്നില്ല. അവിടെ പെയ്യുന്ന വെള്ളം മുഴുവൻ റോഡിലേക്കാണ് പോയിരുന്നത്. പക്ഷേ ഇതുപോലെ കുത്തി ഒലിച്ച് പോയിരുന്നില്ല. അപ്പോൾ അവരുടെ ഒബ്ജക്ഷൻ വാസ്തവത്തിൽ എനിക്കൊരു നന്മയായിട്ട് തോന്നി. ഇങ്ങനെ ചെയ്തപ്പോൾ ആ ഭാഗത്തുള്ള കിണറുകളിലൊക്കെ വെള്ളം വന്നു. കൂടാതെ ഞാനത്
ഒരു പുൽത്തകിടി ഉണ്ടാക്കി. ഒരു ഫുട്ബോൾ കോർട്ട്, ശരിക്കും ഒരു ഫുട്ബോൾ കോർട്ടും കുറച്ചും കൂടി സ്ഥലം നമ്മൾ പുൽത്തകിടിയാക്കി മാറ്റി. അപ്പോൾ അതിലെ വെള്ളം, ആ പുൽത്തകിടിയിലെ വെള്ളം പോകുന്നതിന് പുൽത്തകിടിക്ക് ചുറ്റും ഒരു കാന ഉണ്ടാക്കണം. അതുണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് പ്രശ്നം മുമ്പത്തെ പോലെ തന്നെ വരുമല്ലോ എന്ന് മനസ്സിലാക്കി. അപ്പോൾ വീണ്ടും ഇതിനോട് ചേർന്ന് 12-13 കിണർ കൂടി കുഴിച്ചു. ഏകദേശം ആ ഗ്രൗണ്ടിൽ 20 കിണറുണ്ട്. അഗാധമായ കിണറല്ല ഇത്. ഞാനിത് പറയുന്നത് വേറെ ഒന്നിനുമല്ല. നമുക്ക് സുലഭമായി കിട്ടുന്ന, ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ വെള്ളം ശേഖരിക്കാനുള്ള ഒരു മാർഗം നമ്മൾ കണ്ടെത്തിയാൽ നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾക്ക് കൈ കഴുകാനും കുടിക്കാനുമുള്ള വെള്ളം ഇഷ്ടം പോലെ കിട്ടും. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഓർക്കുകയാണ്, എൻ്റെ സ്കൂളിലെ മാനേജർ അനേകം കിണറുകൾ കുഴിച്ച് നോക്കി, ഒന്നിനും വെള്ളമല്ല. ഞങ്ങളൊക്കെ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഏകദേശം 1 കിലോമീറ്റർ പോകണം, ഒരു കോൺവെൻ്റ് ഉണ്ട്. ആ കോൺവെൻറ്റിലെ കിണറ്റിൽ അവിടെ പോയിട്ടാണ് ഞങ്ങൾ മുഖം കഴുകാറ് വരെ. മുഖം പോലും കഴുകില്ല, കൈയും കഴുകാൻ വെള്ളമില്ല. ഊണ് കഴിഞ്ഞ് ആ ചോറൊക്കെ കൈമേൽ അതുപോലെ അങ്ങനെ തന്നെ പോയി അവിടെ ചെന്ന് കൈ കഴുകുക, പാത്രം കഴുകുക ഒക്കെ ചെയ്തിരുന്നത് ഓർക്കുകയാണ്. അങ്ങനത്തെ സ്കൂളുകളൊക്കെ എപ്പോഴും ധാരാളം ഉണ്ടാവും. അവിടെയൊക്കെ കുറച്ച് പൈസ ചെലവ് ചെയ്താൽ വെള്ളം ശേഖരിക്കാനായിട്ട് കഴിയും. അപ്പം ഞാനത് മുഴുവൻ സ്ഥലങ്ങളിലും ഏർപ്പെടുത്തുകയാണ്. ഇത് കണ്ടിട്ടുള്ളവർ പലരും ഇതിങ്ങനെ ചെയ്യാം, പലരും. ഞാനിപ്പോൾ ഒരു ഹോസ്റ്റൽ പണിയുമ്പോൾ ചെയ്യുന്നത് കിണർ കുഴിക്കുകയല്ല ചെയ്യുന്നത്. അതിൽ 3 അടി വീതിയിൽ 5 അടി വീതിയിൽ തോടുണ്ടാക്കും, 3 അടി താഴ്ച, 1.5 അടി 1.5 അടി, ഒരടി കരിങ്കല്ല് കെട്ടും, അതിൻ്റെ മുകളിൽ സ്ലാബ് വാർത്തിടും. അപ്പോൾ 3 അടി വീതിയും ഒരു 100 അടി നീളമുള്ള ഒരു കാന കിട്ടും. മഴവെള്ളം മുഴുവൻ ആ കാനയിലേക്ക് വിടുകയാണ്. ഈ ആശയം തമ്പുരാൻ എനിക്ക് തന്നതാണ്. ഇപ്പോഴതൊക്കെ ചെയ്തിരുന്ന കോൺട്രാക്ടർമാർ അവർ ചെയ്യുന്നത്, അവർ കെട്ടിടങ്ങൾ പണിയുമ്പോൾ അവിടെയൊക്കെ അവർക്ക് സജഷൻ കൊടുക്കുകയാണ്. തോമസ് മാഷ് അങ്ങനെ അവിടെ ചെയ്തിട്ടുണ്ട്, വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പലരും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. വെള്ളം നമ്മൾ പാഴാക്കി പോകാതെ നോക്കുക. മൂന്നാമതൊന്ന്, ഈ വെള്ളം നമ്മൾ മലിനമാക്കുകയാണ് ചെയ്യുന്നത്. മലിനമാക്കിയാൽ പിന്നെ ആ വെള്ളം ഉപയോഗിക്കാനായിട്ട് പറ്റില്ലല്ലോ. എങ്ങനെയാണ് മലിനമാക്കുന്നത്? വേസ്റ്റ് മുഴുവൻ അതിൽ ഡംപ് ചെയ്യുകയാണ്, വേസ്റ്റ് മുഴുവൻ അങ്ങനെ മലിനമാക്കുന്നു. ജലത്തിൻ്റെ സ്രോതസ്സ് മലിനമാക്കാതെ നോക്കേണ്ട വലിയ ഒരു കടമയുണ്ട്, പലരും ചെയ്യുന്നില്ല. അത് സിവിക് സെൻസിൻ്റെ കുറവ് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ടൊക്കെ പൗരധർമ്മം എന്ന് പറഞ്ഞ് ഒരു പേപ്പർ തന്നെ പഠിക്കാനുണ്ടായിരുന്നു, ഒരു പുസ്തകത്തിൻ്റെ പേര് ഇംഗ്ലീഷിൽ സിവിക്സ് എന്ന് പറയും, മലയാളത്തിൽ അതിന് പൗരധർമ്മം എന്ന് പറയും. ഒരു പൗരൻ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന് അതിൽ എഴുതിയിട്ടുണ്ടാവും. കുട്ടികൾ ചെറുപ്പത്തിലെ തന്നെ അത് പഠിക്കുകയാണ്. എന്തൊക്കെയാണ് അയാൾ അനുഷ്ഠിക്കേണ്ടത്, ആ നിയമങ്ങളൊക്കെ അറിഞ്ഞിരിക്കും. ഇന്നങ്ങനെ പൗരധർമ്മം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അത് എവരിഡേ സയൻസ് എന്ന് പറഞ്ഞ് ഒന്നുണ്ട്. ഡൊമസ്റ്റിക് സയൻസ് അതിൻ്റെ ഒരു ഭാഗമാണ്. ഡൊമസ്റ്റിക് സയൻസ് എന്ന് പറയുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള അറിവാണ്. ന്യൂട്രീഷൻ, എന്തെല്ലാം ഭക്ഷണമൊക്കെ കഴിക്കാം, എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള അറിവ് കൊച്ചു കുട്ടികൾക്ക് കൊടുത്തിരുന്നു. ഇന്നങ്ങനെ ഡൊമസ്റ്റിക് സയൻസ് അതില്ല, സിവിക്സ് ഇല്ല. അതുകൊണ്ടൊക്കെ കുട്ടികൾക്ക് കിട്ടേണ്ടതായ ഒരുപാട് അറിവ് കിട്ടാതെ പോവുകയാണ്. അത് വാസ്തവത്തിൽ ഒരുപാട് ദ്രോഹം ചെയ്യുന്നതാണ് എന്നുകൂടി ഓർക്കുക. അപ്പോൾ വെള്ളം സംരക്ഷിക്കേണ്ടതും അത് മലിനമാകാതെ സൂക്ഷിക്കേണ്ടതുമൊക്കെ നമ്മുടെ കടമയാണ്. കൊച്ചു ചെറുപ്പത്തിലേ തൊട്ട് അതിനെക്കുറിച്ച് കുട്ടികൾ വീട്ടിൽ നിന്ന് പഠിക്കണം, സ്കൂളിൽ വന്ന് പഠിക്കണം, വളർന്നു വരുമ്പോഴും കൂടുതൽ പഠിക്കണം. അങ്ങനെ നമ്മുടെ സ്രോതസ്സുകൾ മലിനമാക്കാതെ നോക്കാൻ നമുക്ക് കഴിയണം.